ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 49 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ റെമഡി എന്ന് പറയുന്നത് കുറച്ച് കഞ്ഞിവെള്ളം, പിന്നെ അതിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ ചാറെടുത്ത് അത് നന്നായി കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നന്നായി മിക്സിയിലടിച്ച് അരച്ചെടുക്കുക. ഓക്കെ, ഇത് സ്മോൾ സോഫ്റ്റായിട്ടുള്ള ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്തിൽ നിങ്ങൾക്ക് ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. നെറ്റിക്കയറുന്ന ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഉള്ളിയുടെ ഒരു ചേർച്ച, അതായത് ജ്യൂസ്, അതൊന്നും സെറ്റാവാത്തവർ ഇഞ്ചി നീരെടുക്കാം. ഓക്കെ, ഇഞ്ചി നീര് ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ നീര്, ഇത് രണ്ടും ഈ മൂന്നും സെറ്റാവാത്തവർ, അതായത് ഉള്ളിയുടെ നീര്, വെളുത്തുള്ളിയുടെ നീര് ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ നീര് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ തോന്നിയാൽ നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ചാറെടുക്കാം, ഇല്ലെങ്കിൽ മുരിങ്ങ ഇലയുടെ ചാറെടുത്ത് അതിൻ്റെ കൂടെ തന്നെ സെയിം കഞ്ഞിവെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാച്ചിയ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, കാച്ചിയ എണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 5-10 മിനിറ്റ്സ് നന്നായി മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. മൈൽഡായിട്ടുള്ള ഷാംപൂ മാത്രം എടുത്തിട്ട് കഴുകി കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. റെഗുലറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ ബേബി ഹെയർസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. പിന്നെ ഹെയർ റീഗ്രോത്തിനും കൊഴിഞ്ഞുപോയ മുടിയൊക്കെ തിരിച്ച് വരാൻ വേണ്ടി ഈ ഒരു റെമഡി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്നതാണ്. ഓക്കെ, കറിവേപ്പിലയുടെ ചാറ് ഇല്ലെങ്കിൽ മുരിങ്ങ ഇലയുടെ ചാറൊക്കെ തണുപ്പ് പിടിക്കുന്നവർക്ക് നിങ്ങൾക്ക് വെറ്റിലയുടെ ചാറ് എടുത്തിട്ട് അത് കലക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെയിം കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ചാറിൻ്റെ പകരം ഈ വെറ്റിലയുടെ ചാറ് ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, ഈ ഓൺലി 30 മിനിറ്റ്സ് വെക്കാവുന്നതാണ്. ഓക്കെ, അധികം കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ കൂടെ നന്നായി വെള്ളം കുടിക്കുക, പിന്നെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ ഇളനീര്, അതായത് ടെൻഡർ കോക്കനട്ട്, അത് കുടിക്കാൻ നോക്കുക. പിന്നെ ഒരുപാട് ലിക്വിഡ്സ് എടുക്കാവുന്നത് നല്ലതാണ്. അതായത് ഫ്രൂട്ട് ജ്യൂസായിട്ടും എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളത്തിൽ ഇങ്ങനെ ലെമൺ ജ്യൂസായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ പുതിനയുടെ ഒരു ജ്യൂസായിട്ടും എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഡേയിൽ ചെയ്യേണ്ടത്. പിന്നെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്, ഒരുപാട് താങ്ക്സ് വ്യൂവേഴ്സ്. പിന്നെ ഇനി ഒരുപാട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മുമ്പിൽ ഇനി ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്, അപ്പോൾ റെഗുലറായി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ റെമഡീസും നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഹെയർ കെയർ അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു റെമഡീസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കേണ്ടതാണ്. നിങ്ങളുടെ ഹെയർ കെയർ ഡെയിലി ഹെയർ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ ഹെയർ ഓയിൽ വീഡിയോ ഇനി ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. ഓക്കെ, അത് ഹെയർ കെയർ ചാലഞ്ച് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാനിങ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സിലൂടെ ഡ്രോപ്പ് ഇൻ ചെയ്യേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഞാൻ കാച്ചി എണ്ണയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവർക്കും ബൈ. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.